ഹായ് ഫ്രണ്ട്സ്, ക്രൈസി ആംസ് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് VU3 NKK ക്രിഷ് സപ്ലൈ ചെയ്യുന്ന PA150 ലീനിയർ ആംപ്ലിഫയറിനെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏകദേശം 1000-ഓളം ഹാമുകൾ ഈ ലീനിയർ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ തയ്യാറിരിക്കുന്നത് ക്രിഷിന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ്. എൻ്റെ കയ്യിൽ കിട്ടിയ ഫാൾട്ടി ആയ ലീനിയർ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഈ ലീനിയർ ആംപ്ലിഫയർ ഉപയോഗിച്ച് ആന്റിന ട്യൂൺ ചെയ്തപ്പോഴാണ് ഇതിലെ ലീനിയർ ആംപ്ലിഫയർ ഉപയോഗിക്കുന്ന 2 ട്രാൻസിസ്റ്ററും ബ്ലോൺ ഔട്ട് ആയിപ്പോയി. ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതിനായി ആദ്യം ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനെ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ എല്ലാ ലെഗുകളും തമ്മിലും പരസ്പരം ബീപ്പ് അടിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ ട്രാൻസിസ്റ്റർ ഷോർട്ട് സർക്യൂട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ ട്രാൻസിസ്റ്റർ മാറുന്നതോടൊപ്പം ഇതിന് കൂടെ ഇരിക്കുന്ന ചെറിയ മറ്റു ട്രാൻസിസ്റ്ററുകളും ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക. ഞാൻ ഏതായാലും എല്ലാ ചെറിയ ട്രാൻസിസ്റ്ററും ഈ ട്രാൻസിസ്റ്ററിന്റെ മറ്റ് പവർ ട്രാൻസിസ്റ്ററിനൊപ്പം തന്നെ മാറ്റി. ഇപ്രകാരം ഒരു ഹോട്ട് എയർ ഗൺ ഉപയോഗിച്ച് നമുക്ക് ഈ ട്രാൻസിസ്റ്റർ അനായാസം ഊരിയെടുക്കാം. സോൾഡറിംഗ് ഗൺ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് ഫ്ലെക്സ് ഉപയോഗിച്ച് ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. ഇനി ഇവിടെ സപ്ലൈ കൊടുത്തതിന് ശേഷം ഇവിടെ എത്രമാത്രം വോൾട്ടേജുകൾ വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. റീപ്ലേസ് ചെയ്ത ട്രാൻസിസ്റ്ററാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത് പുതിയ ട്രാൻസിസ്റ്ററുകൾ wish.com എന്ന് വരുത്തിയതാണ്. അതിൻ്റെ ലെഗ് എല്ലാം ആദ്യമേ ഒന്ന് ലെഡ് കോട്ട് ചെയ്ത് വെക്കുക. കളക്ടറും ബേസും മാറിപ്പോകാതെ സൂക്ഷിക്കണം ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. ട്രാൻസിസ്റ്റർ വെക്കുന്നതിന് മുന്നേ തന്നെ ഈ ബാറ്ററിയിൽ വെച്ച് ഇതിനൊന്ന് സപ്ലൈ കൊടുത്ത ശേഷം എല്ലാ പോയിന്റുകളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇതിന്റെ കളക്ടർ പോയിന്റിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് അത്രയും തന്നെ കാണിക്കണം. 13.8 വോൾട്ടാണ് മാക്സിമം കൊടുക്കാവുന്നത്. ഇനി PTT വഴി പ്രസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ബേസിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കുക. 3.46 വോൾട്ടേജ് രണ്ടിന്റെയും ബേസിക് കാണിക്കുന്നുണ്ട്. 2 വോൾട്ടേജും ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്ക് പുതിയ ട്രാൻസിസ്റ്റർ ഫിറ്റ് ചെയ്യാം. അതിനായി കുറച്ച് ഹീറ്റ്സിങ് കോമ്പൗണ്ട് ട്രാൻസിസ്റ്റർ പിടിപ്പിച്ചതിന് ശേഷം കളക്ടർ ബേസ് എല്ലാം കറക്റ്റായി വരുന്ന രീതിയിൽ വയ്ക്കുക. അതിനായി ശേഷം ഇതിനെ ഫിക്സ് ചെയ്യുന്ന സ്ക്രൂ ഇട്ട് മുറുക്കുക. സ്ക്രൂ ഇട്ട് മുറുക്കിയതിന് ശേഷം മാത്രം ഈ ട്രാൻസിസ്റ്ററുകൾ സോൾഡർ ചെയ്യുന്നതാണ് ഉചിതം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്റർ അമിതമായിട്ട് ചൂടാവുന്നത് തടയാൻ സാധിക്കും. ഇപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകളെല്ലാം നല്ലവണ്ണം സോൾഡർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ 2 ഡയോഡുകൾ ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. മിക്കവാറും ട്രാൻസിസ്റ്റർ ലീനിയർ ആംപ്ലിഫയറിലെല്ലാം ഈ സർക്യൂട്ട് കാണുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ ഓവറായി ഹീറ്റ് ആകുമ്പോൾ ഈ ഡയോഡിന്റെ കണ്ടക്ഷൻ കൂടുതലും അതിന്റെ ബേസിലേക്ക് വരുന്ന വോൾട്ടേജ് കുറച്ച് കൊണ്ടുവരുന്നതിനാവശ്യമായ ഒരു സർക്യൂട്ടും ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വോൾട്ടേജുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ലീനിയറിൽ മാക്സിമം കൊടുക്കാവുന്ന വോൾട്ടേജ് 13.8 വോൾട്ടാണ്. ബേസിൽ 0.6 മുതൽ 0.7 വരെയുള്ള വോൾട്ടേജ് കൊടുക്കുന്നതാണ് ഉചിതം എന്നാണ് ക്രിഷ് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. 13.8 വോൾട്ടിന്റെ ഒരു SMPS പവർ സപ്ലൈ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്റെ ഓവറോഡ് SWR പവർ മീറ്റർ ആണ്. ഇതിന്റെ വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ആംപിയർ മീറ്റർ കറണ്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കാം. നല്ല കോപ്പിയാണ്. 5.9 ജസ്റ്റ് 5.9 വരെ എത്തുന്നുണ്ട്. പിന്നെ ഒരു 5.7 to 5.8 കുറഞ്ഞും പോകുന്നുണ്ട്. ഓക്കെ എനിക്ക് നല്ല കോപ്പിയാണ്. ഞാനിവിടെ 100 വാട്ടിന് മേലെ പുഷ് ചെയ്യുന്നുണ്ട്. ഓവർ. ഇപ്പോഴേ ഈ ആംപ്ലിഫയർ നല്ലവണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ വെച്ചിരിക്കുന്ന ഫീഡ്ബാക്ക് റെസിസ്റ്ററുകളൊക്കെ ഇത്തിരി കരിഞ്ഞിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ. അറ്റനുവേറ്ററിൽ വെച്ചിരിക്കുന്ന റെസിസ്റ്റേഴ്സ് എല്ലാം ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ റീപ്ലേസ് ചെയ്ത ഭാഗങ്ങളെല്ലാം കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് റീപ്ലേസ് ചെയ്തത്. ഇത് ചിലർക്കെങ്കിലും ഉപകാരപ്പെടും. വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. VU2ELD സൈനിങ് ഓഫ്. ബൈ ബൈ.